ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് ഓടിയിറങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആരും ബൈബിൾ കൊണ്ടുവന്നില്ലെന്ന് തോന്നുന്നു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമഭാഗത്ത് സമാന്തര സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇത്യാദികൾ, ഈ 3 സുവിശേഷങ്ങൾ സിനോപ്റ്റിക് ഗോസ്പൽസ്, അതായത് സമാന്തര സുവിശേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫിഷകരനായിരുന്ന വൈദ്യനായിരുന്ന ലൂക്കോസിനാൽ വിരീതമായ സുവിശേഷമാണ് ഈ ഭാഗം. അതിന്റെ ഒരു സംഭവമാണ് ഇവിടെ വായിക്കുവാനിടയായിത്തീർന്നത്. മഴയുടെ പകൽ മഴ പെയ്ത് അന്തരീക്ഷം ചെറുതായിട്ടൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അതുകൊണ്ടാണോ നിങ്ങൾ സ്തോത്രവല്ലേലും പറയാതിരിക്കുന്നത് എനിക്ക് അറിയല്ല. അല്ല എങ്കിൽ ഇവിടെ നിന്ന് പോയതിനു ശേഷം പുള്ളി എവിടെയൊക്കെ ആയിരുന്നു അതൊക്കെ പിന്നീട് പറയാം, സമയം കിട്ടുമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. നമുക്കറിയാം പല സംഭവങ്ങൾ കടന്നു വന്നു. പാൻഡമിക് സിറ്റുവേഷൻ കടന്നുപോയി. എത്രയോ പേർ കഥാവശേഷരായി മാറിയപ്പോൾ, എത്രയോ പേർ ഇവിടുന്ന് വിട്ടുപോയപ്പോൾ, ലോകം വിട്ടുപോയപ്പോൾ സുഖത്തോടെ ബലത്തോടെ ആയിരിക്കുവാൻ കഴിയും നമ്മുടെ കഴിവോ മിടുക്കോ അല്ല, ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാകയാൽ പൗലോസ് പറഞ്ഞു, ഞാനാകുന്നത് കൃപയാലാകുന്നു. അങ്ങനെയെങ്കിൽ ആ കൃപയാലാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നെങ്കിൽ മൗനം ദീക്ഷിച്ചിരിക്കാതെ, വായു മൂടിയിരിക്കാതെ, വായുകളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ അറിയിക്കുന്ന ഭാഗം ഒരു മനുഷ്യൻ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. ഒരു യാത്ര പുറപ്പെടുന്ന മനുഷ്യൻ യെരുശലേമിൽ നിന്നും എരിഹോവിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനെ കുറിച്ചൊരു ഭാഗമാണ് കർത്താവ് വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 2300 അടി ഉയരത്തിലുള്ള പട്ടണമാണ് യെരൂശലേം എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യെരൂശലേം എന്ന പേരിനർത്ഥം സമാധാനത്തിന്റെ നഗരം, യെരൂശലേം സമാധാനം, സമാധാനത്തിന്റെ പട്ടണം, സമാധാനത്തിന്റെ നഗരം എന്നൊക്കെയാണ്. എന്നാൽ ഈ യെരൂശലേമിൽ നിന്നും ഏകദേശം 20 മൈൽ ദൂരമുള്ള സ്ഥലമാണ്. എരിഹോവിലേക്ക് 20 മൈൽ ദൂരമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യഹൂദ ഹിസ്റ്റോറിയനായിരുന്ന, ജൂവിഷ് ഹിസ്റ്റോറിയനായിരുന്ന ഫ്ലോവിയസ് ജോസീഫസ് എന്ന് പറയുന്ന ആ മാന്യദേഹം, അദ്ദേഹം തന്നെ ചരിത്ര ഗ്രന്ഥത്തിൽ കോറിയിട്ട വരികൾ ഇങ്ങനെയാണ്. ഹെരോദ രാജാവ് ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന തൊഴിലാളികളെ, ഏകദേശം 40,000 തൊഴിലാളികളെ അദ്ദേഹം പിരിച്ചുവിടുവാനിടയായി തീർന്നു. അങ്ങനെ പിരിച്ചുവിട്ട സമയത്ത് അവർക്ക് മറ്റ് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജോലി രഹിതരായി, അവർ തൊഴിലില്ലാത്തവരായി, തൊഴിൽ രഹിതരായി മാറിയപ്പോൾ അവരൊക്കെ പിന്നെ ജീവിക്കണമല്ലോ, അവരെന്തെങ്കിലും ചെയ്ത് മുമ്പോട്ട് ജീവിക്കണം, കുടുംബത്തെ പോറ്റണം, കുഞ്ഞുങ്ങളെ പോറ്റണം എന്നുള്ള കാരണത്താൽ അവരെല്ലാവരും കൊള്ളക്കാരും കള്ളന്മാരുമായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. അങ്ങനെ ഈ യെരൂശലേമിൽ നിന്നും എരിഹോവിലേക്കുള്ള യാത്ര, എരിഹോ ഒരു കൊമേഴ്ഷ്യൽ പ്ലേസ് കൂടിയായിരുന്നു, ഒരു വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു. അങ്ങനെ ആകയാൽ ഇവിടേക്ക് പോകുന്ന ആൾക്കാർ വെറുതെ അല്ല പോകുന്നത്, കച്ചവടത്തിനും പരിപാടികൾക്കും വേണ്ടി, ക്രയവിക്രയത്തിനും വേണ്ടി അവർ നാണ്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ പോകുന്ന വ്യക്തികളെ കണ്ടാൽ, അവരെ പിടിച്ചാൽ കാശ് കിട്ടുമെന്നുള്ള നിലയിൽ ജോലി നഷ്ടപ്പെട്ടു പോയ 40,000 തൊഴിലാളികൾ വിവിധ ഇടങ്ങളിലായി കള്ളന്മാരായും കൊള്ളക്കാരായും മാറി അവതരിച്ച് അനേകം പേരെ അപഹരിച്ചും കൊള്ള മുതൽ നേടിയും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല യെരിഹോവിനെ കുറിച്ച് പ്രത്യേകം പഠിക്കുകയാണെങ്കിൽ ഈ ലോക മനുഷ്യന്റെയും അതുപോലെ തന്നെ വ്യക്തമായ ഒരു ഈ ലോകത്തിന്റെ മനുഷ്യന്റെയും ലോകത്തിന്റെയും ഒരു പ്രതിരൂപമാണ് യെരിഹോ നൽകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി യെരിഹോ എന്താണെന്ന് അറിയണമെങ്കിൽ പഴയ നിയമത്തിന്റെ ഭാഗത്തേക്കൊന്ന് പാദവിന്യാസവും നടത്തിയാൽ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം വായിക്കേണ്ട 6-ന്റെ 26-ാമത് വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് യെരിഹോ പട്ടണം യോശുവയുടെ നേതൃത്വത്തിൽ കീഴടക്കുകയാണ്. ഇസ്രായേൽ ജനം വാഗ്ദത്ത കനാനിലേക്ക് പ്രയാണം ചെയ്യാൻ, പ്രോമിസ്ഡ് ലാൻഡിലേക്ക് പോകുവാൻ
മിസ്രൈമിന്റെ തട്ടകത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചു. 6 ലക്ഷത്തിൽ പരം ജനത്തിന്റെ അഡ്മിനിസ്ട്രേഷനും ലോജിസ്റ്റിക്കൽ നീഡ്സും നന്നായി സമന്വയിപ്പിച്ച് കൊണ്ടുപോയ ഒരു അനുഗ്രഹീതനായ നേതാവായിരുന്നു, ശക്തനായിരുന്ന മോശ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ മോശയാൽ കടന്നു വന്നു. അവർ കടന്നു വന്നെങ്കിലും പാതി വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഓട്ടം തീർന്നു. അദ്ദേഹത്തെ ദൈവം വിളിച്ചു, യഹോവ അവനെ അടക്കി എന്ന് കാണുന്നു. തുടർന്ന് ശുശ്രൂഷ നിന്നുപോയില്ല. മുൻ നയിക്കുന്നവർ, മുമ്പിൽ നിന്ന് പടനയിക്കുന്നവർ, നേതാക്കന്മാർ അവരുടെ ശുശ്രൂഷ നിർത്തി പോയാലും പകരം വെക്കുവാനാവാത്ത ശുശ്രൂഷയുമായി ഏലിയാവ് കടന്നുപോയാൽ പകരം ഒരു ഏലിശായെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് ശക്തിയോടുകൂടെ ദൈവം മുന്നോട്ട് ഇറക്കി വിടുവാനിടയായിത്തീരും. ഒരു യോഹന്നാന്റെ തല വെട്ടിക്കളഞ്ഞാൽ, യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിയോടുകൂടെ ശുശ്രൂഷ തീർന്നു എന്ന് കരുതണ്ട. പിന്നെയും പലരെ ദൈവം കളത്തിലേക്ക് ഇറക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇവിടെ കാണുവാൻ കഴിയുന്നത് എരിഹോ പട്ടണം. അവരെ കാണുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരെ പ്രതി എരിഹോ പട്ടണം അടുത്ത രാജാവും കൂട്ടരും അടച്ചുറപ്പിച്ചു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ കാണുവാൻ കഴിയുന്നത് അവരെ അടച്ചുറപ്പിച്ചെങ്കിലും സ്വർഗത്തിലെ സർവശക്തനായ ദൈവം യോശുവയോട് പറഞ്ഞ പ്രകാരമാണ്, നീ പേടിക്കണ്ട, അത് ആ രാജ്യവും ആ കോട്ടയും കൊത്തളങ്ങളും ആ രാജ്യവും ജനവും മൊത്തവും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഒരു ശക്തികൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള പ്രയാണത്തിൽ, യാത്രയിൽ ഒരുപക്ഷെ തടസ്സമായി താടക വിവാദ ശക്തികൾ തടസ്സമായി നിന്നാലും ഭാരപ്പെട്ടു പോകരുത്. അവിടെയും ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തത്തിലേക്കുള്ള യാത്രയിൽ എരിഹോ പട്ടണം അടച്ചുറപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുമ്പിൽ പുറപ്പെടട്ടെ. അതെ, അവരെ മുമ്പിൽ നിർത്തണം. പെട്ടകം ചുമക്കുന്ന പെട്ടകം ചുമ്മാതല്ല, പെട്ടകം ദൈവ സാന്നിധ്യത്തെ, പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുകയാണ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ മുമ്പിൽ നിർത്തി. അങ്ങനെ കൃത്യമായി ദൈവം പറഞ്ഞ ഓർഡറിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്തു. പറഞ്ഞ ദിവസം എത്തിയപ്പോൾ അതുപോലെ അവർ ആർത്തു കഴിഞ്ഞപ്പോൾ എരിഹോ മതിൽ തകർന്ന് തരിപ്പണമാകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന് നേരെ, ദൈവസഭയ്ക്ക് നേരെ, വാഗ്ദത്ത നിവർത്തിക്ക് നേരെ ആരൊക്കെ എരിഹോ കോട്ടകൾ കെട്ടി ഉയർത്തിയാലും, ഏതൊക്കെ ശക്തികൾ രംഗത്ത് വന്നാലും, നിയമങ്ങളെ മാറ്റിയെഴുതിയാലും, ദൈവമക്കളെ ജയിലിൽ പിടിച്ച് പലവിധ കുറ്റങ്ങൾ ചാർത്തി അതിന് കത്തിട്ടാലും ദൈവസഭ തകർന്നു പോകില്ല. വചനം പറയുന്നു, ഐ വിൽ ബിൽഡ് അപ്പ് മൈ ചർച്ച്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ കേവലപ്പെട്ടൊരു മനുഷ്യനല്ല, മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് 40-ാമത്തെ ദിവസം വിടവാങ്ങൽ സന്ദേശം കൊടുത്ത് മുകളിലേക്ക് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയ നസ്രയനാകുന്ന യേശു പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭ രക്തം കൊടുത്ത് സമ്പാദിച്ച ദൈവസഭയെ തടസ്സപ്പെടുത്തുവാൻ ലോകത്തിലെ ഏതൊക്കെ ശക്തികൾ ശ്രമിച്ചാലും അതിനെല്ലാം ദൈവം തകർക്കുവാനിടയായിത്തീരും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവമക്കളെ അട്ടിമറിക്കുവാനും ദൈവജനത്തെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുവാനും ഒക്കെ നിർത്തി മുമ്പോട്ട് വന്നു. ദൈവമക്കളെ തകർക്കുവാൻ എത്ര പേർ രംഗത്ത് വന്നു. ലോക സമ്രാട്ടുകളും അതേ മിടുക്കന്മാരും പലരും മഹാരഥന്മാരും ഇതിഹാസ പുരുഷന്മാരും അങ്ങനെയുള്ള എത്ര വ്യക്തികളാണ് വന്നത്. അവരൊക്കെ പരാജയപ്പെട്ട ആയുധം വെച്ച് കീഴടങ്ങി കാല യവനക്കുള്ളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ യേശുവിന്റെ മാർഗം ഇന്നും ലോകത്തെ കാലത്തെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാർക്കും തടസ്സം നിൽക്കുവാൻ കഴിയില്ല. കാരണം കർത്താവ് രക്തം കൊടുത്ത് സമ്പാദിച്ചതാണ് സഭയെ തകർക്കുവാൻ ഉലകത്തിലെ ഒരു ശക്തികൾക്കും ആവില്ല എന്ന് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടി അത് ശക്തമായി വിളിച്ചു പറയട്ടെ. എരിഹോ കോട്ട പിടിച്ചു. നൂന്റെ മകനായ യോശുവ സാധാരണക്കാരനൊന്നുമല്ല. മോശയെക്കാളും ഒരു വാഗ്ദത്തം കൂടെ ദൈവം യോശുവയ്ക്ക് കൊടുത്തിരുന്നത് എന്താണെന്ന് അറിയാമോ? നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ മുമ്പാകെ നിൽക്കുകയില്ല. ദൈവം പോസ്റ്റ് ചെയ്താൽ, ദൈവം അപ്പോയിന്റ് ചെയ്താൽ, ദൈവം നിയോഗിച്ചാൽ, ദൈവം അധികാരമേൽപ്പിച്ചാൽ ലോകത്തിലെ ഏത് വൻകിട ശക്തികൾ വന്നാലും അവർക്ക് മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. 985 വരെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയ രാജ്യം ലോകത്തിന് മുമ്പിൽ ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന നിലയിൽ മുന്നോട്ട് പോകുവാനിടയായി. നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ കൊണ്ടുവരൂ, അത് ഞങ്ങളുടെ വൈരേലകളിൽ തഴച്ചു വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോസ്കോയുടെ തെരുവീതികളിൽ അതേ ദൈവത്തെ സിംഹാസനത്തിൽ നിന്ന് കാലെ പിടിച്ചിറക്കി ചിത്രം വരച്ച് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ദൈവത്തെ കളിയാക്കിയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഇറങ്ങി വരുവാനിടയായിരുന്നു. 985 മിഖായിൽ ഗോർബച്ചോവിന്റെ വായിൽ കൂടെ വന്ന 2 റഷ്യൻ വാക്കുകൾ ഉടച്ചുവാർക്കലും തുറന്ന സമീപനവും. ഈ 2 വാക്കുകൾ ആ വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറകളക്കുവാനിടയായി തീർന്നു. ഭൗതിക വാദത്തിലൂടെ, ഒക്ടോബർ വിപ്ലവത്തിലൂടെ ഭൗതിക വാദം ജനങ്ങളുടെ ചിറകളിൽ കുത്തിക്കയറ്റിക്കൊണ്ട് രക്തച്ചൊരിച്ചുള്ള വിപ്ലവം, അത് തോക്കിലൂടെ രാഷ്ട്രീയം നടന്ന രക്തരൂക്ഷിക മാർച്ചിക ചിന്തകളെ പിടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നുപോയെങ്കിലും അവർക്ക് അധികം നാളുകൾ പോകുവാൻ കഴിഞ്ഞില്ല.
1985 സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന റഷ്യ ഒരൊറ്റ കൊടക്കിൽ നിന്ന് റഷ്യ പല റിപ്പബ്ലിക്കുകളായി ചീന്തിപ്പോകുവാനിടയായി തീർന്നു. തുർക്ക്മെനിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ലിത്വാനിയ, ലാറ്റ്വിയ, മോൾഡേവിയ, എസ്തോണിയ, അർമേനിയ, ഉസർബൈജാൻ, ബൈലോറഷ്യ, റഷ്യ എന്നിത്യാദി വിവിധ റിപ്പബ്ലിക്കുകളായി ദൈവം റഷ്യയെ കീറിമുറിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ജീവിതമേ, അങ്ങനെയെങ്കിൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിലൂടെ സുവിശേഷത്തിന്റെ വെണ്ണിക്കൊടിക്കൂറ പാറി പറപ്പിച്ചുകൊണ്ട് പോകുന്ന ദിവസങ്ങൾ അനധിവിദൂരമല്ലെന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. Praise the Lord. Hallelujah. 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 ദൈവമക്കളെ ശ്രദ്ധിക്കുക. അവിടെ എരിഹോവിന്റെ മുമ്പിലെത്തി. എരിഹോ ഈ യോശുവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോശുവ വലിയ അത്ഭുതങ്ങൾ ചെയ്ത ഒരു മനുഷ്യനും കൂടെയാണ്. 13,84,000 കിലോമീറ്റർ വ്യാസവും 4.5 ബില്യൺ വർഷവും പ്രായമുള്ള സൂര്യനെ നോക്കി, സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞ സമയത്ത് ആ മനുഷ്യൻ വിരൽ ചൂണ്ടി പറഞ്ഞപ്പോൾ തന്നെ ഈ ഭൂമിയിൽ പകൽ പ്രകാശം തരുന്ന സൂര്യൻ നിശ്ചലമായി പോയെങ്കിൽ ആ ശുശ്രൂഷ, അഭിഷക്തന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും വലുതാണെന്നുള്ള കാര്യം, പ്രകൃതി ശക്തികളെ നിശ്ചലമാക്കുന്ന ശുശ്രൂഷയാണ് ദൈവം ഭക്തന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. എരിഹോ കോട്ട തകർന്നു കഴിഞ്ഞപ്പോൾ യോശുവ പറഞ്ഞു, ഈ കോട്ട ഇനി പണിയാൻ ആരെങ്കിലും തുനിഞ്ഞാൽ ഇതിന് അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ മരിക്കും, ഇതിന് പടിവാതിൽ വെക്കുമ്പോൾ അവന്റെ അവസാനത്തെ മകനും മരിക്കുവാനിടയായിത്തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ബേതേലിനായ ഹിയേൽ ഈ എരിഹോ പട്ടണത്തിന് അടിസ്ഥാനമിട്ട് തുടങ്ങിയപ്പോൾ തന്നെ അടിസ്ഥാനമിടുമ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അബീറാമും അവസാനം പടിവാതിൽ വയ്ക്കാൻ നേരത്തെ അദ്ദേഹത്തിന്റെ ഷെഹുബു എന്ന് പറയുന്ന ഇളയ മകനും മരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ശാപം നിമിത്തം മരണം താണ്ഡവമാടിയ സ്ഥലമായിരുന്നു എരിഹോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ശാപത്തിന്റെ പ്രതിരൂപമാണ് ഈ എരിഹോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി മാത്രമല്ല ഇവിടെ കാണുവാൻ കഴിയുന്നത് പാപത്തിന്റെയും പാപികളുടെയും കൂത്തരങ്ങായി മാറിയ എരിഹോ. നമുക്കറിയാം, യോശുവയുടെ പുസ്തകം പഠിച്ചാൽ അവിടെ തന്നെ 6:25 ഭാഗങ്ങളെ കാണാൻ കഴിയുന്നു. അവരോട് ഒറ്റുനോക്കാൻ ചെന്നപ്പോൾ അവരെ സഹായിച്ച രാഹാബ് എന്ന് പറയുന്ന ഒരു പടുവേശിയ വിശാരിക അവിടെ പിന്നീട് രക്ഷിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ ഭാഗത്ത് നമ്മൾ കാണുന്ന കള്ളന്മാരാൽ നിബിഡീകൃതമായ സ്ഥലം. പിന്നെയും കാണുന്ന കഴിയുന്നത് സക്കായി. അവൻ ചതിവായി വാങ്ങുന്നവനായിരുന്നു. ചതിക്കുന്നവരും കള്ളന്മാരും കൊള്ളക്കാരും അതുപോലെ തന്നെ പടുവേശികളും അഭിസാരികളും, അങ്ങനെ പാപത്തിന്റെ ഒരു വലിയ ചിത്രം തന്നെ എരിഹോ നമുക്ക് തരുവാനിടയായി തീരുന്നുണ്ട്. എന്നാൽ ഒരു വിഷയം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എരിഹോവിൽ ഒരു വിടുതലുണ്ട്. എരിഹോവിൽ ഒരു വിടുതലുണ്ട്. ഈ മിത്രാനികതൻ ഈ സ്ഥാനത്ത്, ഈ കമ്പനിമുക്കിൽ ഈ ഭാഗത്തൊക്കെ വചനം കേട്ടതിന് ഒരു കൈയും, പച്ച നാടൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കൈയും കണക്കുമില്ല. അതുപോലെ അഭിഷക്തന്മാരെ ദൈവം കൊണ്ടുവന്ന് അനുഗ്രഹീതമായ ദൂത് ഈ ദേശത്ത് ദൈവം കേൾപ്പിച്ചിട്ടുണ്ട്. ആർക്കും കേട്ടില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. അതുപോലെ ദൈവജനം കേട്ടിട്ടുണ്ട്. ഇന്നും കേട്ടിട്ട് നമുക്കറിയാം, ഇതേപോലത്തെ അനുഭവമാണ് എരിഹോവിന്റെ അനുഭവം. ശാപം താണ്ഡവമാടുന്ന സ്ഥലം, മരണം താണ്ഡവമാടുന്ന സ്ഥലം, പാതി വഴിയിൽ വെച്ച ആക്സിഡന്റിലൂടെയും പല അനുഭവങ്ങളിലൂടെയും മാറിപ്പോകുന്ന ജീവിതങ്ങൾ, തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന ചില വ്യാപാര മണ്ഡലങ്ങൾ, മുന്നോട്ട് നേരെ പോകുവാൻ കഴിയാതെ, അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ജീവിക്കുവാൻ കഴിയാതെ, രോഗത്തിന്റെ വലിയ ബാധ ജീവിതങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പാതി വഴിയിൽ വെച്ച് അസ്തമിച്ചു പോകുവാൻ സാത്താൻ കരുക്കൾ നീക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം പറയുന്നു, സാത്താൻ വിതച്ച വിത്തുകളെ വലിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മണ്ഡലം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ഇത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഈ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര പേർ ഏറ്റെടുക്കുവാൻ തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്. അബിയാക്കൂറിന്റെ ക്രമപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കുറി വീണ സക്കറിയ പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയ ദുഃഖം ഇതായിരുന്നു, ദൈവമേ ശുശ്രൂഷയ്ക്ക് കുറി വീണു. കാരണം ആയിരക്കണക്കിന് പുരോഹിതന്മാരുള്ള കാലഘട്ടമാണ്. ശുശ്രൂഷയ്ക്ക് കുറി വീണു, പക്ഷേ അനുഭവിക്കുവാൻ ഒരു തലമുറയില്ലല്ലോ. അദ്ദേഹം കടന്നുപോയി ആലയത്തിനകത്ത് കയറി, അതിനകത്ത് ധൂപം കാട്ടിയത് ആലയത്തിൽ, ദൂതൻ ഇറങ്ങിയതും ആലയത്തിൽ. പക്ഷെ വീട്ടിലിരുന്ന എലിസബത്തിന്റെ ഉദരത്തിൽ ഒരു വലിയ വിടുതൽ നടക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞിങ്ങനെയാണ്, ഇപ്രകാരമാണ് പറഞ്ഞത്. ഗബ്രിയേൽ ഇപ്രകാരം പറഞ്ഞു. ദൂതൻ പറഞ്ഞിങ്ങനെയാണ്, സക്കറിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഈ പ്രഥമ രാത്രിയിലും ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, പലവിധ വിഷയങ്ങളാൽ ഞരങ്ങി ഇതിനകത്തേക്ക് വന്നവരുണ്ട്. നീ വെറുതെ അല്ല ഇതിനകത്തേക്ക് വന്നത്, ഈ ഗ്രൗണ്ടിൽ വന്ന വെറുതെ അല്ല. നിന്റെ പ്രാർത്ഥന മറുപടിയുമായി ദൂതന്മാരെ ഇവിടെ അയച്ചിട്ടുണ്ട്. അത് റിസീവ് ചെയ്ത് മാത്രമേ നിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകാവൂ. രോഗത്താൽ ഭാരപ്പെടുന്നവർ, മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഞരങ്ങുന്നവര്, പലവിധ വിഷയങ്ങളാൽ മുറിവേറ്റവര്,
മാനസികമായി ക്ഷതമേറ്റവര്, കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞു പോയവര്, അതെ, അനേകം ജീവിതങ്ങൾ വഴിമാറിപ്പോയവര്, പാതി വഴിയിൽ വെച്ച് അസ്തമിച്ചു പോയവര്, അപകടത്തിലൂടെ മരിച്ച ജീവിതങ്ങൾ, അങ്ങനെ പലരും നഷ്ടപ്പെട്ട അനുഭവത്തിൽ ഇതിനകത്തായിരിക്കുന്നെങ്കിൽ യേശുവിന്റെ ശക്തി ഇന്ന് രാത്രിയോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമുള്ളവനെ തടുക്കുവാൻ ആർക്കും കഴിയില്ല ദൈവമക്കളെ. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. പക്ഷേ അബ്രഹാമിന്റെ സഹോദരൻ ഹാരാന്റെ പുത്രൻ ലോത്ത് ദൈവത്തെ വിളിച്ചിറങ്ങി. അവനെ ദൈവം വിളിച്ചിട്ടൊന്നുമല്ല, വെറുതെ അങ്ങ് ഇറങ്ങി. ഉപ്പാപ്പൻ ഇറങ്ങിയതുകൊണ്ട് പുള്ളി അങ്ങ് ഇറങ്ങിയതാണ്. പക്ഷേ ദൈവം വിളിച്ചിറങ്ങി അബ്രഹാമിന് കിട്ടിയത് മൊട്ടക്കുന്നുകളും തരിശു നിലങ്ങളും ഒക്കെയാണ് കിട്ടിയത്. ദൈവം വിളിക്കാതെ ഇറങ്ങിയ ലോത്തിന് ലഭിച്ചത് എന്റെ ഭാഷയിൽ പറഞ്ഞ ഹരിത സാന്ദ്രസരുടെ കുമ്പളത്തലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നല്ല കണ്ണിന് കാണുവാൻ കാമ്യമായ ഫലങ്ങളും അതുപോലെയുള്ള പച്ച പുൽപ്പുറങ്ങളും അതുപോലുള്ള ഫലസമൃദ്ധമായ ഇടങ്ങളും പറമ്പുകളും ഒക്കെ അവന് ലഭിച്ചു. ചോദിക്കാം, അബ്രഹാമിന് വാഗ്ദത്തം കിട്ടിയാണല്ലോ ഇറങ്ങിയത്. അതെ, വാഗ്ദത്തം കിട്ടി ഇറങ്ങിയത്. പക്ഷേ താങ്കൾക്ക് എന്താ ഇങ്ങനെ തരിശു നിലങ്ങളും ഭൂമിയും കിട്ടി? ദൈവവിളി കേൾക്കാതെ ഇറങ്ങിയവന് ഇഷ്ടം പോലെ കിട്ടിയല്ലോ, ഇഷ്ടം പോലെ കിട്ടി. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇന്നത്തെ രീതിയിൽ ഈയിടയ്ക്കും അവനൊരു കാർ ലഭിച്ചു, പുതിയ കാർ എടുത്തു. 2-3 കാറുണ്ട്, പിന്നെ ഒരു കാർ എടുത്തു, പിന്നെയും കുറച്ച് ഏക്കറുകൾ മേടിച്ചു. ഇതൊക്കെ പറയാം നമുക്ക്. അപ്പൊ അബ്രഹാം ചിരിച്ചോണ്ട് പറയും, കുഞ്ഞെ ഭാരപ്പെടണ്ട, വാഗ്ദത്തമുള്ളത് അവനല്ല എനിക്കാണ്. വാഗ്ദത്തമുള്ളത് ലോത്തിനല്ല എനിക്കാണ്. വാഗ്ദത്തം നിന്റെ തലമേലുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായിട്ടും വാഗ്ദത്ത നിവർത്തിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കുവാൻ തീരും. മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് വലിച്ചിറക്കി കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നെങ്കിൽ എങ്ങനെ പ്രാപിക്കുമെന്ന് ഓർത്ത് നീ പലപ്പോഴും ഭാരപ്പെടുന്നുണ്ട്. How can we possess our destiny? How can we possess our tomorrows? How can we possess our promises? നമ്മുടെ വാഗ്ദത്തങ്ങളെ, നമ്മുടെ നാളുകളെ എങ്ങനെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ഓർത്ത് ഞരങ്ങുന്ന ജീവിതമേ, ഇന്ന് രാത്രി ദൈവം ശക്തമായി ദൂതറിയിക്കുകയാണ്. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം താമസിക്കുകയില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഒരു തനി പകർപ്പാണ് ഈ യെരിഹോ പട്ടണം. ഒരു മനുഷ്യൻ ഈ യെരുശലേമിൽ നിന്നും, അവന്റെ പേരൊന്നും കൊടുത്തിട്ടില്ല, യെരുശലേമിൽ നിന്നും അദ്ദേഹം യെരിഹോവിലേക്കുള്ള യാത്രയിലാണ്. യെരുശലേം സമാധാനത്തിന്റെ നഗരമാണ്. സമാധാനത്തിന്റെ നഗരം വിട്ട് അവൻ പോകുന്നു. ഇതുപോലെയാണ് പലരും സമാധാന നഗരം വിട്ട് പാതി വഴിയിൽ വെച്ച് കുഴപ്പത്തിലായ പലരും ഇതിനകത്തിരിപ്പുണ്ട്. ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ. അവൻ ഇറങ്ങിയപ്പോൾ അവനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. അവൻ ഇറങ്ങിയപ്പോൾ അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുക, അവന്റെ ലക്ഷ്യത്തിൽ നിന്നും അവൻ വ്യതിചലിച്ചായിരിക്കുന്ന മണ്ഡലമാണ്. ലക്ഷ്യത്തിൽ നിന്നും മാറി അവൻ യാത്ര ചെയ്യുന്നു. അവൻ യാത്ര വരുന്ന സമയത്ത് കള്ളന്മാർ പതിയിരിക്കുന്ന, കൊള്ളക്കാർ പതിയിരിക്കുന്ന വഴിയിൽ വെച്ച് അവനെ കാണുന്ന എങ്ങനെയാണ്? അവനെ പിടിച്ചു, അവനെ വസ്ത്രമടിച്ചു, അവനെ അർത്ഥപ്രാണനാക്കി ഇട്ടേച്ചു പോയി. അവന്റെ കയ്യിലുള്ളതെല്ലാം ഇവർ മേടിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശാരീരികമായി മുറിവേറ്റു, അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, ജീവിതം ഏത് സമയത്തും അവന്റെ ജീവൻ പോകാൻ മൂർത്തശ്വാസം വലിക്കാം. ആ ഒരു നിലയിൽ ആ ഹതഭാഗ്യനായ മനുഷ്യൻ ആ ഭാഗത്ത് അവിടെ കിടക്കുകയാണ്. സ്തോത്രം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഭാഗത്തേക്ക് ഒരു പുരോഹിതൻ, പൗരോഹിത്യ പട്ടമണിഞ്ഞൊരു പുരോഹിതൻ കടന്നു വരുന്നത്. സാധാരണ ഇദ്ദേഹത്തെ നോക്കുമ്പോൾ ഇവനെ ഒരുപക്ഷെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ചിന്തിച്ചത്, അദ്ദേഹത്തിന് ഈ സാധാരണ പൗരോഹിത്യ ശുശ്രൂഷ കിട്ടുന്നത് കുറി വീണാണ് കിട്ടുന്നത്. അങ്ങനെ കുറി വീണാണ് പുള്ളിക്കും ശുശ്രൂഷ ലഭിച്ചത്. ഇപ്പൊ കിട്ടുന്ന കുറി ഇനി എപ്പോഴും കിട്ടണമെന്നില്ല. അങ്ങനെ പുള്ളി പോകുമ്പോഴാണ് ഇത് കണ്ടത്. പിന്നെ ന്യായപ്രമാണം പറയുന്നത്, ഇനിയിപ്പോ ഇവൻ അർത്ഥപ്രാണനായിരിക്കുന്ന ഇവനെ പിടിച്ച് തന്നെ മടിയിൽ കിടത്തി ഒരു തുള്ളി വെള്ളം അവന് കൊടുത്തു വന്നിരിക്കട്ടെ, ഇവൻ ഈ പുരോഹിതന്റെ മടിയിൽ കിടന്ന് മരിച്ചു പോയാൽ ഇയാൾ അശുദ്ധനായി പോകും. കാരണം ശവത്തെ തൊടാൻ പാടില്ലെന്നാണ് നിയമം. പുരോഹിതന്മാർക്ക് നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം അനുസരിച്ച് നിയമങ്ങളുണ്ട്. അതുകൊണ്ട് വിചാരിച്ചു, അവൻ മതകാര്യങ്ങൾക്കും ആചാര്യങ്ങൾക്കുമാണ് മനുഷ്യ മനസാക്ഷിയെക്കാളും അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് മതങ്ങൾക്കും മതത്തിന്റെ ആചാരങ്ങൾക്കും ചിട്ടവട്ടങ്ങൾക്കുമാണ്. അങ്ങനെ അദ്ദേഹം മാറി കടന്നു പോയപ്പോൾ അതുവഴി ലേവ്യം വരുന്നു. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ കപ്പ്യാരെന്ന് പറയും, കപ്പ്യാർ. പിന്നെ മുമ്പേ പോയ അച്ഛനില്ലാത്ത വലിയ ദർശനമാണോ കപ്പ്യാർക്ക്? അദ്ദേഹം വന്നു നോക്കിയിട്ട് അദ്ദേഹം അന്ന് കടന്നു പോയപ്പോൾ അതുവഴി വേറൊരു വ്യക്തി കടന്നു വരുന്നുണ്ട്. അതാരെന്നറിയാമോ? ഈ കിടക്കുന്ന നിശ്ചയമായിട്ടും ഒരു യഹൂദൻ തന്നെ ആയിരിക്കണം, യഹൂദൻ തന്നെയാണ്. പക്ഷെ വരുന്നത് മറ്റാരുമല്ല,
ശമര്യൻ വരുന്നത് ശമര്യനാണ്. യഹൂദൻ ഈ ശമര്യനെ ഒട്ടും കണ്ടുകൂടാ. ചരിത്രമുണ്ട്. BC 722 അസീറിയൻ രാജാവായ സൽമനേസർ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിൽ അവരുടെ കോളനി, അസീറിയൻ കോളനി സ്ഥാപിച്ചു. ആ കോളനി സ്ഥാപിക്കുന്ന സമയത്ത് ആ കോളനിയിൽ കൊണ്ട് അസീറിയക്കാരായ ആൾക്കാരെ താമസിപ്പിച്ചു. അങ്ങനെ അസീറിയക്കാര് പയ്യന്മാര് യഹൂദ പെൺകുട്ടികളെ വിവാഹം ചെയ്തു. യഹൂദ പയ്യന്മാര് അസീറിയ പെൺകുട്ടികളെ വിവാഹം ചെയ്തു. അങ്ങനെ രണ്ട് ജാതികൾ തമ്മിൽ ഇടകലർന്ന് വിവാഹം ചെയ്ത് ആ തമ്മിൽ ഇടകലർന്ന ആ വിവാഹത്തിലൂടെ, ബാന്ധവത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന മിക്സ്ഡ് ജനറേഷൻ സങ്കര ഇനമാണ് ശമര്യർ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇവരുമായിട്ട് ഒരു യഹൂദന്മാർ യാതൊരു ബന്ധവുമില്ല. നമ്മൾ ആ പലസ്തീൻ നാടിനെ നോക്കിയാൽ, ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണുവാൻ കഴിയും. യേശുവിന്റെ കാലത്തുള്ള പലസ്തീൻ നാട് ഈ ബൈബിളിന്റെ അവസാന ഭാഗത്ത് ആ ഭൂപടം കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഏറ്റവും മുകളിലെന്ന് പറയുന്നത് ഗലീലയാണ്. ഏറ്റവും നടുക്ക് അത് ഈ ശമരിയ വരുന്നു. ഏറ്റവും താഴെയായിട്ട് അത് യഹൂദിയ. അപ്പൊ നോക്കണം, ഗലീല, ശമരിയ, യഹൂദിയ, ഈ 3 സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി ഏറ്റവും മുകളിൽ ഗലീലയിൽ താമസിക്കുന്നത് തനി യഹൂദന്മാര്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തനി ബന്ധക്കോസുകാര്. ഇനി ഏറ്റവും താഴെ യഹൂദിയിൽ താമസിക്കുന്നതും ഗലീലയിലും, ഏറ്റവും താഴെ യഹൂദിയിലും താമസിക്കുന്നതും തനി യഹൂദന്മാര്. രണ്ടിന്റെയും ഇടയ്ക്കുള്ള ശമരിയ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത് തനി യഹൂദന്മാരല്ല, പകുതി അസീറിയനും പകുതി യഹൂദനും എന്ന് പറഞ്ഞാൽ ശമര്യൻ എന്ന് പറയാം, സങ്കരയിനം. ഈ യഹൂദന്മാരുമായിട്ട് ശമര്യക്കാർക്ക് യാതൊരു ബന്ധവുമില്ല. തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ. അവനെ കണ്ടുപോയാൽ കുഴപ്പമാണ്. ഇനി ഇവർക്ക് ഒരുത്തന്, ഗലീലക്കാരന് നേരെ താഴേക്ക് യഹൂദയിലേക്ക് വരണമെങ്കിൽ ഇവന് 3 ദിവസം കൊണ്ട് ഷോർട്ട് കട്ട് വഴി, അതായത് ഈ ശമര്യ വഴി നേരെ താഴേക്ക് വരാൻ 3 ദിവസത്തെ യാത്ര മതി. പക്ഷെ അങ്ങനെ വരത്തില്ല. അവര് ഈ ശമരിയുടെ ബോർഡറിൽ കൂടെ, അതിർത്തിയിൽ കൂടെ കറങ്ങി ഗലീല തോട് വഴി നേരെ താഴെ വരും. അപ്പൊ അവനോട് ചോദിക്കാം, എന്തിനാ ഈ 3 ദിവസം കൊണ്ടുള്ള യാത്ര ഈ 7 ദിവസം ആക്കുന്നത്? അപ്പൊ അവൻ പറയും, 7 ദിവസം ആയല്ല, 70 ദിവസം ആയാലും കുഴപ്പമില്ല, ഈ മെനകെട്ടവന്മാരുമായിട്ട് ഒരു ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് അവരുമായിട്ട് കൂടേണ്ടവരെ കണ്ടുപോയാൽ കുഴപ്പമാണ്. കണ്ടുപോയാൽ അശുദ്ധമായി പോയി, തീണ്ടിപ്പോയെന്നുള്ള നിമിഷമാണ്. നല്ലൊരു കാര്യം ഞാൻ പറയട്ടെ. അങ്ങനെ കഴിഞ്ഞ 1000 വർഷങ്ങളായി, കഴിഞ്ഞ 1500 വർഷങ്ങളായി ഒരു നല്ല യഹൂദന്റെ പാദം അവിടെ പതിഞ്ഞിട്ടില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ അവിടെ യേശു അവിടെ ശമരിയയിൽ വന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 1500 വർഷങ്ങൾ ഒരു യഹൂദന്റെ നല്ല പാദം അവിടെ പതിഞ്ഞില്ല എങ്കിൽ യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായ യേശുവിന്റെ പാദസ്പർശനം കൊണ്ട് ആ ഭൂമി പുണ്യഭൂമിയായി മാറുവാനിടയായി തീർന്നു. അവിടെ യേശു വന്നു. ശമര്യക്കാരിയുടെ വെള്ളം ചോദിച്ച അവൾ പറയുന്ന കാര്യം ഇവിടെ 4:9 പറയുന്നുണ്ട്. നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരന് എന്നോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നുവോ? കാര്യം അന്ന് നിലനിന്ന സ്ഥിതിക്കാണ്, ആ ആചാര രീതികൾ കൊണ്ടാണ് അവൾ അങ്ങനെ ചോദിക്കുവാനിടയായത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ജീവിതമേ, ഈ സ്ഥലം യെരിഹോവിന്റെ പട്ടണം ശപിക്കപ്പെട്ട പട്ടണമായി മാറി. പ്രൈസ് ദി ലോർഡ്. ആ സ്ഥലം നമുക്കറിയാമല്ലോ, ശാപം വന്നു വീണു. ശമരിയിലും ശാപം വന്നുകൊണ്ട് ശമര്യക്കാരും ശപിക്കപ്പെട്ടു പോയവരായി മാറി. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ കരം അവിടേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അവിടേക്ക് ഇറങ്ങി വന്നു. അവിടേക്ക് ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിച്ചു, വലിയ പ്രവർത്തി നടക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി നിന്റെ ശാപത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. പുരോഹിതന്മാർ വഴി മാറിപ്പോകട്ടെ, ലേവ്യർ മാറിപ്പോകട്ടെ, സംഘങ്ങൾ മാറിപ്പോകട്ടെ, മത പണ്ഡിതന്മാർ മാറിപ്പോകട്ടെ. പക്ഷെ നിന്റെ അടുക്കൽ വരുന്നത്, ഇവിടെ കാണുന്നത് ഈ യഹൂദൻ ഇവിടെ അടികൊണ്ട് ഇവന്റെ കാശ് മൊത്തം നഷ്ടപ്പെട്ട് അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഇവന് കണ്ടുകൂടാത്ത ഒരാളാണ് വരുന്നത്. അതങ്ങനെ നമ്മൾ ആരെ വെറുക്കുമോ അവസാനം അവനായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം തന്നെ, ഒരു തുള്ളി വെള്ളം തന്നെ അവസാനം നമ്മുടെ ജീവൻ പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറിച്ചിട്ടോ, നീ ആരെ വെറുക്കുമോ? യോസഫിനെ സഹോദരന്മാരെല്ലാം കൂടെ 20 വെള്ളിക്കാശിന് ഒറ്റി കൊടുത്തിട്ട് അപ്പനോട് ചെന്ന് അപ്പനോട് പറഞ്ഞു, അപ്പാ നിന്റെ മകനെ യോസഫിനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാടകമൊക്കെ അവതരിപ്പിച്ചു. അപ്പനെ പറഞ്ഞു ഫലിപ്പിച്ചു. എന്നാൽ ദർശനമുള്ള ജോസഫ് മരിച്ചില്ല. ജോസഫിനെ ദൈവം മറ്റൊരിടത്ത് ദൈവം സൂക്ഷിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു പിറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രിസൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ, പൊട്ടക്കുഴി ഉണ്ടെങ്കിൽ ഒരു തടവറയുണ്ട്. പിറ്റ് കഴിഞ്ഞാൽ പ്രിസൺ കഴിഞ്ഞാൽ പിന്നീട് താഴേക്ക് കൊണ്ടുപോവുകയല്ല, പിന്നെ ഒരു പ്രൊമോഷനാണ്. പ്രൈസ് ദി ലോർഡ്. പാലസിലേക്ക് പ്രിസൺ, അതുപോലെ പ്രിസൺ, പാലസ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ജോസഫിനെ തള്ളിക്കളഞ്ഞു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരുന്നവന്മാര് അവസാനം അപ്പനോട് പറഞ്ഞു, അപ്പാ നിന്റെ മകൻ ജോസഫ് നിന്നെ കുറിച്ച് ഇല്ലാ വചനങ്ങളും ഇല്ലാ കഥകളും പറഞ്ഞ വ്യക്തികളെ കൊണ്ട് തന്നെ ദൈവം പോസിറ്റീവായിട്ട് പറയിക്കുവാൻ സമയവും സന്ദർഭവും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.
കുറിച്ചിട്ടോ നിന്നെ വേദനിപ്പിച്ച മണ്ഡലങ്ങൾ, നീ ജീവിച്ചിരിക്കവേ മരിച്ചുപോയെന്ന് വാർത്ത പ്രചരിപ്പിച്ചവർ, നീ ജീവിച്ചിരിക്കവേ നീ തകർന്നു പോയെന്ന് പറഞ്ഞ് ലോകം മുഴുവനും നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തവർ, മെസ്സേജ് അയച്ചവർ, നിന്നെക്കുറിച്ച് പലതും അതെ വാനും തുമ്പുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് നടന്നവർ, അവരൊക്കെ ഒരുപക്ഷെ കാര്യം നേടിയെന്നിരിക്കലും ഭാരപ്പെട്ടു പോകരുത്. ഒരിക്കലും സത്യത്തിന്റെ മുഖം കറുത്തതല്ല. ദൈവത്തിന്റെ പ്രവർത്തന ദിവസം ഏറ്റവും ഒരു ദിവസം വെളിപ്പെട്ടു വരും. Praise the Lord. Hallelujah. അവസാനം ജോസഫ് അവിടുത്തെ മന്ത്രിയായി മാറി. ജോസഫിന്റെ സഹോദരന്മാരെ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിലും ഫറവോൻ അയച്ച രഥങ്ങളും കുതിരകളും കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ ചിലതൊക്കെ കാണുമ്പോൾ ഭയപ്പെടും. ഇനി ഒരിക്കലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ വാക്തത്വങ്ങളൊക്കെ ദർശനങ്ങളൊക്കെ വെറുതെയാണ്. ഇല്ല, എത്ര പ്രതികൂല പ്രതിലോമ ശക്തികൾ വരട്ടെ, കാലങ്ങൾ കഴിഞ്ഞാലും ദൈവം വ്യാജം പറയുവാൻ മനുഷ്യനല്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം ആ വാക്തത്വ നിവൃത്തിയിലേക്ക് നിങ്ങളെ വലിച്ചടിപ്പിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ കാണുവാൻ കഴിയുന്നത് ഈ മനുഷ്യനെ പുരോഹിതൻ പോയി, ലേവ്യൻ പോയി, പക്ഷെ വന്ന് സഹായിക്കാമെന്ന് ആരാണെന്നറിയാമോ? ഇവരേറ്റവും വെറുക്കുന്ന ശമര്യൻ, നല്ല ശമര്യക്കാരൻ. ശമര്യൻ അവിടെ വന്നു. അവിടെ കാണുന്നത് എണ്ണയും വീഞ്ഞും പകർന്നു. എണ്ണയും വീഞ്ഞും പരിശുദ്ധാത്മാവും, അതുപോലെ ആത്മശക്തി പരിശുദ്ധാത്മശക്തി മാത്രമല്ല വീഞ്ഞ്, സന്തോഷം. അവന്റെ സന്തോഷം കെട്ടുപോയിരുന്നു, പകർന്ന് അവന്റെ മുറിവുകൾ കെട്ടി അവനെ വാഹന മൃഗത്തിൽ കയറ്റി അവനെ സത്രത്തിൽ കൊണ്ടാക്കി. അങ്ങനെ ഒരു ശമര്യക്കാരൻ ഉണ്ട്. ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന മാനവജാതിക്ക് വേണ്ടി കാൽവറിയുടെ കൊലമരത്തിൽ 3 ആണികളാൽ അതേ തൂക്കപ്പെട്ട് അത് മരിച്ച് മൺമറഞ്ഞ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് റോമൻ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ടും കുസ്റ്റോഡി എന്നറിയപ്പെടുന്ന റോമൻ മിലിറ്ററി റെജിമെന്റിനെ കണക്കെ കാവൽ കാത്തുകൊണ്ട് നിന്ന് ആ കാവൽ കൂട്ടത്തെ കണക്കെ തോൽപ്പിച്ചുകൊണ്ടും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശുവിന്റെ ശക്തി ഇന്ന് രാത്രിയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. എനിക്കറിയാം 10-28-30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലോകമല്ല ഇന്നത്തെ ലോകം. അന്ന് തമ്മിൽ ബന്ധങ്ങളാരെന്നൊക്കെ അറിയാം. നമുക്കറിയാം പഴയ കാലത്ത് കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചത് ആരാ, നിങ്ങളുടെ ഉപ്പാപ്പനാര്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്നാര്, കൊച്ചപ്പനാര്, അപ്പനാര്, അമ്മയാര്, അല്ലെങ്കിൽ മാമനാരെന്നൊക്കെ ചോദിച്ചാൽ പലർക്കും പറയാൻ കഴിയും. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ആരെയൊന്നും അറിയാൻ കഴിയില്ല. കാലം മാറി, കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പലതും മാറിപ്പോയി. ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേട്ടത് ഇങ്ങനെയാണ്. വൈകിട്ട് ഒരു കുട്ടി തൃശ്ശൂര്, ഒരു കൊച്ചുമോള്, അവള് ഗെയിം കളിച്ചുകൊണ്ട് കിടന്നു. ഇടി വെക്കടി, അതുകൊണ്ട് ഓഫ് ചെയ്ത് വെയിടി എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞിട്ടും കേൾക്കാതെ ഇവള് പുറപ്പിനടിയിൽ ബെഡ്ഷീറ്റ് വലിച്ചിട്ട് എന്ത് ചെയ്തു, ഇത് കണ്ടുകൊണ്ട് കിടന്നു. എന്ത് പറ്റി? 3 വർഷം പഴക്കമുള്ള ഫോണാ. എന്തോ ഒരു കാരണത്താൽ അത് പൊട്ടിത്തെറിച്ചു. ആ കുട്ടി ഈ ലോകത്തോട് വിട പറയുവാൻ ഇടയായിത്തീർന്നു. ഗെയിമിന്റെ പുറകെ, എന്തിന്റെയൊക്കെ പുറകെ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ വിളിക്കുവാൻ സമയമില്ലാതെ, ദൈവവിശ്വാസമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യെരുശലേം വിട്ട് എരിഹോവിലേക്ക് പോയ മനുഷ്യനെ പോലെയല്ല ഇന്നും ഇതിനകത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഒരു കാലഘട്ടത്തിൽ നീ സമാധാനത്തിന്റെ പട്ടണത്തിലായിരുന്നു, ഒരു കാലത്ത് നീ ആരാധനയുടെ ഭവനത്തിലായിരുന്നു, ഒരു കാലത്ത് നീ അപ്പത്തിന്റെ ഭവനത്തിലായിരുന്നു. എന്നാൽ അത് വിട്ട് നീ ഏറെ കാലം ദൂരെ പോയില്ലേ? ഇപ്പോൾ നീ എരിഹോവിന്റെ അനുഭവത്തിലല്ലേ? ആരും കാണാതെ വഴിവക്കിൽ അർത്ഥപ്രാണരായി, മാനസികമായി മുറിവേറ്റ്, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ട്, ട്രഷറി എല്ലാം നഷ്ടപ്പെട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ടെല്ലാം തീർന്ന് ആകെ പ്രശ്നമായി മുമ്പോട്ടായിരിക്കുന്ന അനുഭവമല്ലേ? ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്നെ വിടുവിക്കുവാൻ ഒരു നല്ല സമരിയക്കാരൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. നിന്റെ അയൽക്കാരൻ നിനക്ക് എന്ത് പ്രശ്നമെന്ന് ചോദിക്കില്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുത്തോ എന്ന് ചോദിക്കില്ല. നിന്നെ കഴിക്കാൻ, നിന്റെ കുസ്തിക്കകത്ത് കലത്തിൽ ആഹാരമുണ്ടോ, അരിയുണ്ടോ എന്ന് അയൽക്കാരൻ ചോദിക്കില്ല. നിന്റെ മകന് ജോലി കിട്ടിയോ എന്നവർ ചോദിക്കില്ല. അവർക്ക് അതിനൊന്നും സമയമില്ല. മനുഷ്യർ സ്വാർത്ഥരായി മാറിയ ഒരു കാലഘട്ടമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരുമായി തീരുമെന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അങ്ങനെയല്ലേ? സ്വസ്നേഹികളല്ലേ? ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ ഫോട്ടോ, സ്വന്തമായിട്ട് ഫോട്ടോ ഇട്ടിട്ട് എത്ര ലൈക്ക് കിട്ടി, എന്തോ കമന്റ് കിട്ടുന്നത്, ഇത് സ്വസ്നേഹമല്ലേ? വേറെ ആരുടെയെങ്കിലും ഫോട്ടോ എടുത്തിട്ട് ആരെങ്കിലും ഇടാറുണ്ടോ, പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്നിട്ട് ഞാനിപ്പോൾ സിംഗപ്പൂരിലേക്കുള്ള യാത്ര, ഇവൻ എവിടെ പോയാൽ നമുക്കെന്നെ? ഞാൻ ഇപ്പോൾ സിംഗപ്പൂരിലേക്കുള്ള യാത്രയിലാണ്. ഒന്ന് അറിയിക്കാൻ വേണ്ടി, ഗവൺമെന്റ് കാണിക്കാൻ, ഞാൻ സിംഗപ്പൂരിൽ പോകണമെന്ന് കാണിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ദൈവം ശ്വാസം തന്നിട്ടല്ലേ നീ സിംഗപ്പൂരിൽ പോകുന്നത്, അല്ലാതെ നീ തനിയെ പോയതല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം പരിപാടികളാണ് ഒപ്പിക്കുന്നത് ഫേസ്ബുക്കിലൂടെയും. ഞാൻ ഒരിക്കൽ കേട്ടൊരു കാര്യം ഇങ്ങനെയാണ്. TP
CPM ചർച്ചിൽ പെന്തക്കോസ്ത് മിഷനിൽ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഭൂതം ഇളകിയ നമുക്കറിയാം, നമ്മുടെ ഉപദേശിമാരൊക്കെ ഭൂതം ഇളകി കഴിഞ്ഞാൽ പിന്നെ ഉടനെ പേര് ചോദിക്കും. പേരെന്താ? പേരറിയണമല്ലോ, കല്യാണമല്ല ഇരിക്കലൊന്നും അല്ല, പേര് ചോദിക്കാൻ വേണ്ടി. നിന്റെ പേരെന്താ? ഉടനെ ഈ പിശാച് പറയും എന്റെ പേര് എല്ലാവർക്കും അറിയാം. ആ ശരി, എന്നാലും എന്റെ പേരെന്നാ? എന്റെ പേര് ഫേസ്ബുക്ക് എന്നാണ്. എന്റെ പേരെന്നാ? പറഞ്ഞു ഫേസ്ബുക്ക് എന്നാണ്. അപ്പൊ ചോദിച്ചു, ഇതെങ്ങനെ ഇവള് കയറിയത് എങ്ങനെ ഫേസ്ബുക്ക്? ഇവക്ക് 24 മണിക്കൂറും ഫേസ്ബുക്കിലൂടെ ചാറ്റിംഗ് ആണ്. ഇങ്ങനെ നോക്കി ഇവളുടെ കണ്ണിൽ കൂടിയാണ്, പലരും തപ്പി നോക്കിയാണ്. ദൈവമേ, കണ്ണിൽ കൂടി എന്ത് ചെയ്തു? ആ ഭൂതം കയറി, പ്രൈസ് ലോർഡ്, കണ്ണിൽ കൂടെ കയറി വരും, ഒക്കെ വെളിപ്പെട്ട് വരും. തീയുടെ ചൂടടിക്കുമ്പോൾ അണലി പുറത്ത് ചാടണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നത്, വചനം വായിക്കുവാൻ പലർക്കും സമയമില്ല, വചനം ധ്യാനിക്കുവാൻ സമയമില്ല, പ്രാർത്ഥിക്കുവാൻ സമയമില്ല, കൂട്ടായ്മയ്ക്ക് പോകുവാൻ സമയമില്ല. പലതിനും സോഷ്യൽ മീഡിയയുടെ പുറകെ പലരും മനുഷ്യർ പോയി സമയം നഷ്ടമാക്കിക്കൊണ്ടിരിക്കും. വചനം പറയുന്നു, ഈ ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കുക, അവിടെ ഈ മനുഷ്യൻ അർത്ഥപ്രാണനായി കിടക്കുന്നു. കർത്താവ് ഇറങ്ങി അവന്റെ മുറിവുകൾ കെട്ടുകയാണ്. മുറിവുകൾ കെട്ടിയിട്ട് ഇവൻ എവിടെ കൊണ്ടാക്കി? സത്രത്തിൽ കൊണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ ഒന്ന് നോക്കണം, നന്നായി നോക്കണം, ഇനി അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറയുകയാണ്. ഇനി നോക്കണം, ഈ സത്രത്തിൽ കൊണ്ടാക്കി എന്ന് പറയാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സത്രം, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇതൊരു ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞാൽ ദൈവസഭയാകുന്ന ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ വിവിധ ഡോക്ടർമാരുണ്ട്. നമുക്ക് വായിക്കാം. എഫീസ്യർ ലേഖനത്തിലേക്ക് ഓടി ഇറങ്ങിക്കാട്ടെ. 4:11 വായിച്ചാട്ടെ. എഫീസ്യർ 4:11. അവർ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പൊ നോക്കണം, അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിന്റെ അർത്ഥം എന്നാ? അയക്കപ്പെട്ടവരെന്ന്. അപ്പോസ്തലന്മാർ, അയക്കപ്പെട്ടവർ. രണ്ടാമത് പ്രവാചകന്മാര്, പിന്നെ സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാര്. ഇന്ന് പലയിടത്തും ഈ ഡോക്ടർമാരെയൊന്നും കാണാനില്ല. ഉപദേശമൊന്നും പലയിടത്തൊന്നും പറയുന്നില്ല. പണ്ട് ഉപദേശിമാർ തന്നെ ഉണ്ടായിരുന്നു, അല്ലേ? മുണ്ടക്കയം മാമൻ ഉപദേശി, അതുപോലെ തന്നെ പുഞ്ചമൺ സാധുകുഞ്ഞ് ഉപദേശി, അതുപോലെ കുഞ്ഞപ്പി ഉപദേശി, ഏഴംകുളം മത്തായി ഉപദേശി. ഇങ്ങനെ ഉപദേശം പറയുന്ന ഉപദേശകന്മാർ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഉപദേശകന്മാരെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടം. പണ്ട് ഇടിനാദം പോലെ പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു. വാര്യപുരം യോനാച്ചായൻ, വിളക്കുവട്ടം തോമാച്ചായൻ, അതുപോലെ പത്തനാപുരം നഥനിയേല്, മോർച്ചറി മത്തായി എന്നറിയപ്പെടുന്ന MM മത്തായി പാസ്റ്റർ, പിന്നെ ഇത്രയിൽ പ്രവേശിച്ച പുനലൂർ ധർമ്മക്കണ്ണൻ എന്ന് പറയുന്ന പ്രവാചകൻ. അങ്ങനെ എത്ര പ്രവാചകന്മാരാണ്. കൂടുതൽ കുഞ്ഞ് അതെ, ഇവരൊക്കെ അനുഗ്രഹീതരായ പ്രവാചകന്മാരായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഇവരൊക്കെ സഭയിൽ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരാണ്. അതെ, അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാര്. ഇടയന്മാരെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇടയന്മാരെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇടയന്മാരെന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ പറയുന്നത്, ഇടിവിൽ നിൽക്കുന്നവനെയാണ് ഇടയൻ എന്ന് പറയുന്നത്. ഇടയന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വിവിധ ഡോക്ടർമാർ, 5 ടൈപ്പ് ഡോക്ടർമാർ ഈ ഹോസ്പിറ്റലിലുണ്ട്. അവിടെ കൊണ്ട് ഈ രോഗിയെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തോടെ അവിടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ മടങ്ങി വരുമ്പോൾ പല ചിലവിട്ടാൽ തന്നുകൊള്ളാം. ഈ ദൈവസഭയാകുന്ന ഹോസ്പിറ്റലിൽ നമ്മെ ഓരോ സമയത്തും കൊണ്ടുപോയി നമ്മുടെ മുറിവുകൾ കെട്ടി എണ്ണയും വീഞ്ഞും പകർന്ന് നമ്മെ അവിടെ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഇതുവരെയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. ഡിസ്ചാർജ് ചെയ്യേണ്ട സമയം ഇതാ വാദിക്കലായിക്കൊണ്ടിരിക്കുകയാണ്. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുമ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ നമ്മുടെ അനുഭവങ്ങളുടെ അടുക്കിലേക്ക് പറന്നു പോകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാഹളത്തിൻ നാദമെന്റെ കാതിലെത്താൻ കാലമായി, മിന്നൽ പോലെ ഞാൻ പറന്നു വിണ്ണിലെത്തി മോദിക്കോ. കാഹളത്തിൻ നാദമെന്റെ കാതിലെത്താൻ കാലമായി, മിന്നൽ പോലെ ഞാൻ പറന്നു വിണ്ണിലെത്തി മോദിക്കോ. Let
കാണുന്നേ മൽപ്രിയ മാനാളനെ ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മാനാളനെ എന്നും വന്നിടുമോ പൊന്മുഖം ഞാൻ നോക്കിയിടും നമ്മെ നമ്മളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഉപദേഷ്ടാക്കന്മാരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉപദേഷ്ടാക്കന്മാരൊക്കെ വളരെ ഉപദേശമൊന്നും ആരും പറയുന്നില്ല. പറയും അതെന്നാ ആ ഉപദേശം പറഞ്ഞ ആളെ കിട്ടിയല്ല, ഉപദേശം പറഞ്ഞ ആളെ കിട്ടിയല്ല. പിന്നെ ഈ ഒഴുക്കിലങ്ങ് പോയാൽ മതി, ഈ രീതി ന്യൂട്രലങ്ങ് പോയാൽ മതി. അപ്പൊ പിന്നെ ഇഷ്ടംപോലെ ആള് കാണും. അങ്ങനെ നിങ്ങളവിടെ തന്നെ എത്ര വർഷം ആയല്ലോ ഇവിടെ അല്ലേ? വർഷമല്ലേ? എത്ര വർഷമായി ഇത്ര ആൾ കൂടെ കാര്യം? ഞങ്ങളവിടെ മെനഞ്ഞാൻ തുടങ്ങിയതാണ്. എന്റെ സ്ഥലത്തെ കാര്യമല്ല, സാധാരണ പറയുന്നവരുടെ ഞാൻ പറയാ. അയ്യോ ഞങ്ങളുടെ SP ഉണ്ട്, പിന്നെ IG ഉണ്ട്, ഡോക്ടർമാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടെന്നേ. ഇവര് നമുക്ക് ചോദിക്കാം, ഇവരെ വിളിച്ച് ചോദിക്കാം, നിങ്ങളെ പാസ്റ്ററിനെ അറിയാമോ, നിങ്ങളുടെ ഉപദേശിക്ക് അറിയാമോ, നിങ്ങളുടെ ബ്രദറിന് അറിയാമോ? അങ്ങനെ ചോദിക്കണം. ബ്രദർ ഉപദേശിയൊന്നുമല്ല, വളരെ എളിമത്വമാണ്. ഞങ്ങളെ അറിയാമെന്ന് അറിയാല. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം. ഇതൊക്കെ ബിസിനസ്സാക്കിയും വൻ ചരക്കുകളാക്കിയും പോകുന്ന പാർട്ടികളൊക്കെ ഇന്ന് എയർപോർട്ടിലൂടെയും പലയിടങ്ങളിലൂടെയും റോഡിന് വീതി കൂട്ടിയും ഒക്കെ പോകുന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അവർ അപ്പോസ്തലന്മാരിൽ നിങ്ങൾ പരിശോധിച്ചവരെ കള്ളന്മാരെന്ന് കണ്ടതും പ്രൈസ്. അതുകൊണ്ട് ഉപദേശം എന്ന് പറഞ്ഞു, ഉപദേശം പറഞ്ഞ ആള് കൂടുകയല്ല. പണ്ട് ഈ ഗദർദേശത്ത് യഹൂദന്മാർക്ക് ഒരു പരിപാടി കൊണ്ട് ആട് വളർത്തുന്നുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ നമ്മുടെ ബാഹുബലത്തിന്റെ വീട്ടിൽ പറഞ്ഞ ഒരു ആട്ടിൻകുട്ടി കയറി വന്നു. പറഞ്ഞു എൻ്റെ ഭാഷ ഈ ഇടയ്ക്ക് കിട്ടിയതാണ്, 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഈ ആട് വളർത്തൽ അവര് നോക്കിയപ്പോൾ വളരെ ലാഭമൊന്നുമല്ല, ആട് വളരെ ലാഭമൊന്നും അല്ല. അപ്പോൾ വിചാരിച്ചു അങ്ങനെയെങ്കിൽ പിന്നെ കാര്യം പന്നിയെ വളർത്താം. ഇതൊക്കെ ഒരു പ്രസവത്തിൽ 1 2 അല്ലെങ്കിൽ 4 യാദൃച്ഛികമായിട്ട് 4 കിട്ടിയെന്നിരിക്കും. പന്നിയാണെങ്കിൽ അങ്ങനെയല്ല, ഇഷ്ടം പോലെ കാണും. പിന്നെ എന്നാ എവിടെ കിടന്നാൽ എന്നാ ഭാഷ? ഒരു ദിവസം വേണ്ട കള്ള് ഷാപ്പിൽ കിടന്നാലും മതി, മറ്റൊരു ഷാപ്പിൽ പോയാലും മതി, പിന്നെ എവിടെ ഏത് സ്ഥലത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. ഞായറാഴ്ച എത്തിയാൽ മതി, പാത്രം വരുമ്പോൾ ഇട്ടാൽ മതി, എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. പ്രൈസലോ. എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അങ്ങനെ ആള് കൂടും. ഞങ്ങൾ നാളെ ഉപദേശം മാറ്റാൻ പോവുക. ശശി ഭാഷ പേടിക്കണ്ട, ഉപദേശം ഒന്ന് മാറ്റാൻ ഇരിക്കട്ടെ. ഇവിടെ ആളുകൾ നിരക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപദേശം വിറ്റിന്ന് പുട്ടടിക്കാനല്ല ദൈവം ഞങ്ങളെ വിളിച്ചത്. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അവർ ഉപദേശം മാറ്റി, ആടുകളെ വളർത്തൽ മാറ്റി, ലാഭ ബിസിനസ് തുടങ്ങി. പക്ഷെ കടുംതൂക്കത്തോടെ അവസാനം അതെല്ലാം വീണ് തടാകത്തിലേക്ക് വീണ് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന പന്നിയെ വളർത്താനല്ല, പന്നികളെ മേയ്ക്കാനല്ല, ആടുകളെ മേയ്ക്കാനാണ് ആജ്ഞാപാലകരായി ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോസ്തലന്മാരുണ്ട്, അയക്കപ്പെട്ടവർ, ഇടയന്മാരുണ്ട്, ഇടിവിൽ നിൽക്കുന്നവര്. ഇന്ന് എത്ര പേരുണ്ട് ഇടിവിൽ നിൽക്കുന്നവര്? ചിലർക്കൊന്നും പ്രാർത്ഥിക്കാൻ സമയം വരും, അവർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണം, സമയം നോക്കണം. എന്നോട് വന്നപ്പോഴേ നമ്മുടെ ശശി പാസ്റ്ററിനോട് ചോദിച്ചുകൊണ്ട്, പാസ്റ്റർ ആഹാരം ഒന്നും പ്രത്യേകം ശരിയാക്കിയിട്ടില്ല, പാസ്റ്റർ കാരണം പ്രത്യേകിച്ച് പറഞ്ഞില്ലല്ലോ എന്തോ വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു 28 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയ അതേ റോയ് പാസ്റ്റർ തന്നെയാണ് ഇപ്പോഴും. പ്രൈസ്
പ്രൈസ് ലോർഡ്. പ്രത്യേകം ചിലരൊക്കെ വരുമ്പോൾ അത് പറയാൻ കാരണമുണ്ട്. വരുമ്പോൾ മെനു കാർഡ് കൊടുക്കും, ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങൾക്ക് രസം മതി, ഇല്ലെങ്കിൽ കഴിക്കുകയല്ല എന്ന് പറയുന്ന ഉപദേശിമാരുണ്ട് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ നസറേത്ത് മാനിഫെസ്റ്റോ എഴുന്നേറ്റ് ഇന്ന് യെശയ്യാ പ്രവചന ചുരുൾ വായിച്ച പറഞ്ഞു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് പറഞ്ഞ 3 കൂട്ടരെയാണ് ഫോക്കസ് ചെയ്തത്. ദ ലാസ്റ്റ്, ദ ലീസ്റ്റ്, ദ ലോസ്റ്റ്. ഈ 3 ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്താണ് കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചത്. അല്ലാതെ പ്രൈസ് അല്ല എന്ന് മനസ്സിലാക്കണം. ദൈവം എവിടെ ഇട്ടാലും നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാനിടയായിത്തീരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഗോവയിലായിരിക്കും അതിന്റെ അവസരം ഒരുക്കി. ഗോവയിൽ നിന്ന് വന്ന് ഞങ്ങൾ കർണാടകയിലായിരുന്നു. കർണാടകയിൽ ഫോറസ്റ്റ് ഏരിയ, സൗത്ത് കർണാടകയിൽ ഫോറസ്റ്റ് ഏരിയയാണ്, കുടിയേറ്റ കർഷകരുള്ള ഭാഗമാണ്. ഞാൻ ശുശ്രൂഷിച്ചൊക്കെ വരുമ്പോൾ കാട്ടാന ഇറങ്ങുന്ന സന്ദർഭം, ഞങ്ങൾ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്, ഇറങ്ങുന്ന സന്ദർഭം, അതുപോലെ കാട്ടുപന്നി ഇറങ്ങുന്ന സ്ഥലം, ആ സ്ഥലങ്ങളൊക്കെയാണുള്ളത്. അങ്ങനെയുള്ള ഭയങ്കര ഫോറസ്റ്റിന്റെ ഏരിയയാണ്. എന്നാൽ അവിടെ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ ആയിരുന്നു. ദൈവം അവിടെ ട്രാൻസ്ഫർ ചെയ്ത് ടൗണിലേക്ക് പിന്നെയും കൊണ്ടുപോവുകയാണ്. പ്രൈസ് ഞാൻ പറഞ്ഞു വന്നത്, ഏത് സ്ഥാനത്ത് പോയാലും ഏത് അവസ്ഥ, ചിലർ പറയും ഞാൻ കട്ടിലേ കിടക്കും, എനിക്ക് തറയിൽ കിടക്കാൻ പറ്റിയല്ല. പ്രൈസ് കർത്താവ് നിന്നെ വേലയ്ക്ക് വിളിച്ചെങ്കിൽ എല്ലാത്തിനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. ഇല്ലായ്മയിൽ ഇരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഞാൻ മെനു കാർഡൊന്നും പറയില്ല ഞാൻ അന്ന്. അപ്പോൾ ഉടനെ അമ്മമ്മ പറഞ്ഞു, അങ്ങനെയെങ്കിൽ പാസ്റ്റർ നാളെ കപ്പ പുഴുങ്ങി തരും. ഞാൻ പറഞ്ഞു, യാത്ര ചെയ്യുന്ന വേളയാണ്, ഒപ്പിക്കരുത് പരിപാടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വതന്ത്രം. നാളെ മീറ്റിംഗ് കഴിഞ്ഞ് നാളെ രാത്രി തന്നെ എനിക്ക് തിരിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് രാത്രി നമ്മെ പിടിപ്പിക്കുന്ന ഒരു കർത്താവ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷം പറയുന്ന സുവിശേഷകന്മാർ, ദൂതറിയിക്കുന്ന പ്രവാചകന്മാർ, പ്രൈസ് ദി ലോർഡ്, ഇവരൊക്കെ ഈ സഭയ്ക്കകത്ത് ഡോക്ടർമാരായിട്ട് ദൈവമാക്കിയിരിക്കുകയാണ്. അവർ നമ്മെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളിലായി. എന്നാൽ കാഹളം ധ്വനിക്കും. മരിച്ചവരായി ഇവർക്ക് ദിവസം ഇതാ വരാൻ പോവുകയാണ്. ഈ ദൈവസഭയാകുന്ന ഹോസ്പിറ്റലിൽ നമ്മെ അവൻ അഡ്മിറ്റ് ചെയ്തു. ഇതുവരെയും നമ്മളെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. ലോക സംഭവങ്ങൾ, കാലസംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. രാസഭൗതിക മഹാതന്ത്രങ്ങൾ ആകാശത്തെ അളന്ന് കുറിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ ശൂന്യാകാശ താവളങ്ങൾ കെട്ടിയുയർത്തി കഴിഞ്ഞു. അണുസ്ഫോടന ഗോളങ്ങളും ഉപഗ്രഹങ്ങളും ഭ്രമണപഥത്തിൽ നിർത്തി കഴിയുമെങ്കിൽ 25 മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തെവിടെയും പറന്നെത്തുവാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകളുമായി ലോകശക്തികൾ കാത്തിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ജീവിതങ്ങൾ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ വരവിന് സമയമെടുത്തു. ഈ കൊറോണ എന്ന് പറയുന്ന പകർച്ചവ്യാധി ഒരു സാമ്പിള് മാത്രമാണ്. ഇതിനേക്കാൾ എത്രയോ ഭയാനകമായത് മാംസം ഇരുന്ന് വീഴുന്നത് എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടെ കേട്ടു ബ്ലാക്ക് വൈറസ്. അതെ, ഞാൻ ബാംഗ്ലൂരിൽ ചാർജ് കഴിഞ്ഞപ്പോൾ കേട്ടത് ഇങ്ങനെ ഒരു മാതാവ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. ബ്ലാക്ക് വൈറസ് ബാധിച്ചു കിടക്കുകയാണ്. എത്രയെത്ര രോഗങ്ങളാണ്, എത്രയെത്ര അനുഭവങ്ങളാണ്. ഈ ലോകം മൊത്തം വല്ലാത്ത നിലയിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, നമ്മെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കടന്നുപോയ നസറേയനായ യേശു, ആ നല്ല ശമര്യക്കാരൻ വരാൻ സമയമായി. ഇന്ന് രാത്രി മുറിവുകളാൽ ഭാരപ്പെട്ട് കള്ളന്മാരാരാ? സാത്താൻ. അവൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവൻ നിന്റെ ആരോഗ്യത്തെ മോഷ്ടിച്ചു, നിന്റെ സമ്പത്തിനെ മോഷ്ടിച്ചു, നിന്റെ സമാധാനത്തെ മോഷ്ടിച്ചു, നിന്റെ തലമുറയുടെ നന്മയെ മോഷ്ടിച്ചു. ഇന്നവൻ തകർത്ത് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ ശമര്യക്കാരൻ വന്നത് നിന്നെ അവിടെ തള്ളിയേച്ച് പോകാനല്ല, ദൈവസഭയ്ക്കകത്ത് സുരക്ഷിതമായ സ്ഥാനത്താക്കാനാണ്. ഇന്ന് രാത്രി ദൈവത്തിലേക്ക് അടുക്കുവാൻ നീ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ദയവായി ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പാപത്താൽ മുറിവേറ്റവര്, ശാരീരികമായി മുറിവേറ്റവര്, അതുപോലെ മാനസികമായി ആന്തരിക മുറിവേറ്റ എത്രയോ ഇതിനകത്തുണ്ട്. ഞരങ്ങി എങ്ങനെ മുന്നോട്ട് പോകും? ദൈവമേ, ജീവിക്കാൻ ഗതിയില്ലാതായിരിക്കുന്നു, എങ്ങനെ മുന്നോട്ട് പോകും? സമ്പത്തെല്ലാം തകർന്നു, എല്ലാം ട്രഷറി മരവിപ്പിച്ചു, ആരോഗ്യം എല്ലാം രോഗമാണ്, എങ്ങനെ മുന്നോട്ട് പോകും? മരുന്നുകൾ മാറി കഴിച്ചിട്ടും രോഗത്തിന് സൗഖ്യം വരുന്നില്ല, ശമനം വരുന്നില്ല. ഇന്ന് രാത്രി അർത്ഥപ്രദമായി കിടക്കുന്ന ജീവിതമേ, കർത്താവ് നിന്നെ വിളിക്കും. നല്ല ശമര്യക്കാരനെ വാഹനമൃഗത്തിൽ കയറ്റി സുരക്ഷിതമായ സ്ഥാനത്ത് അവൻ നിന്നെ കൊണ്ടാക്കുകയാണ്. ആ ദൈവസഭയാകുന്ന ഹോസ്പിറ്റലിൽ അവൻ നിന്നെ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ, എനിക്ക് സൗഖ്യം ആവശ്യമാണ്, എനിക്ക് സമാധാനം ആവശ്യമാണ്, എനിക്ക് വിടുതൽ ആവശ്യമാണ്, എനിക്ക് നന്മ ആവശ്യമാണ്, ഞാൻ ഒരിക്കലും ഞരങ്ങുവാൻ ഇടവരരുത്. ദൈവങ്ങളിലേക്ക് പകലെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ആരും മൗനമായിരിക്കരുത്. Praise the Lord, hallelujah, hallelujah, praise the Lord, praise the Lord, praise the Lord, hallelujah. ദൈവങ്ങളിലേക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. hallelujah, സ്തോത്രം, praise the Lord, praise the Lord. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. hallelujah, hallelujah, praise the Lord, praise the Lord. Thank you Lord Jesus.
ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. അല്പസമയം കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ ആശീർവാദം പറയുകയാണ്. മീറ്റിങ്ങിന് വളരെ പ്രധാനപ്പെട്ട സമയത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. തങ്ങളെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കാലാവസ്ഥയെ ദൈവം നമുക്ക് അനുകൂലമാക്കി തന്നു. ഇത്രത്തോളം നടത്തി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ആ ഹതഭാഗ്യനായ മനുഷ്യനെ പോലെ അർത്ഥപ്രാണനായി സമ്പത്ത് നഷ്ടപ്പെട്ട് ശരീരത്തിന് രോഗമുണ്ടായി ആയിരിക്കുന്ന അവസ്ഥയാണോ ഇന്ന് രാത്രി യേശു നിങ്ങൾ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു? Praise the Lord. Praise the Lord. Thank you, Lord Jesus.